ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങളുടെ മനസ്സിലുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയിട്ടുള്ള ടാരോ റീഡിംഗ് ആണ് ചെയ്യുന്നത്. 6 കാർഡ്സ് എടുത്തിട്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് കറക്റ്റ് ആൻസർ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കുന്ന കാർഡ്സാണ്. പക്ഷേ അത് എത്രത്തോളം ആൾക്കാരുടെ എനർജി ഇതിലുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത് വ്യൂവേഴ്സാണ് കുറച്ചുകൂടി അതിന് എഫേർട്ട് എടുക്കേണ്ടത്. എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ആ ചോദ്യം മനസ്സിലൊരു 3 ആവർത്തി പറഞ്ഞതിന് ശേഷം നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഒന്ന് മെഡിറ്റേഷൻ മോഡിൽ ഒരു 3 തവണ ശ്വാസോച്ഛ്വാസം ചെയ്ത്, എന്നിട്ടും നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണണം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണം എന്ന് തന്നെയാണ്, പൊയ്ക്കോളൂ മുമ്പോട്ട് പൊയ്ക്കോളൂ എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ മാത്രം ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യും എന്നെനിക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ കണ്ട റീഡിങ്സ് മുഴുവൻ പോയി ക്ലിക്ക് ചെയ്ത് വായിച്ചത് കൊണ്ടോ കേട്ടത് കൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല. അത് ഉള്ള ഒരു സത്യം തന്നെയാണ്. ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് റെസണേറ്റ് ചെയ്യുന്ന ഒരു റീഡിംഗ് എനിക്ക് കേൾക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എല്ലാവർക്കും റെസണേറ്റ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്നത്തെ സ്പ്രെഡ്, കാർഡ് 1 കിട്ടിയിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്, കാർഡ് 2 ദി ഫൂൾ, കാർഡ് 3 വന്നിട്ടുള്ളത് ദി വേൾഡ് ആണ്, കാർഡ് 4 വന്നിട്ടുള്ളത് ദി ഡെവിൾ ആണ്, കാർഡ് 5 വന്നിട്ടുള്ളത് ദി ടവർ ആണ്, ആൻഡ് കാർഡ് 6 ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ കാർഡ് എടുക്കുമ്പോൾ എപ്പോഴും അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുന്ന ഒരു കാർഡാണ്. കാർഡ് 1 സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തോ ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ നിങ്ങൾ ഒരു വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് വിജയിക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അത് നിങ്ങൾ തന്നെ കണ്ടെത്തുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്. നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് നിങ്ങൾക്കതിനുള്ള, അല്ലെങ്കിൽ അത് നേരിട്ട് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട്, ആ ശക്തി നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. പിന്നെ അനാരോഗ്യം അല്ലെങ്കിൽ തകർന്ന ദാമ്പത്യം, പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ, തകർന്നു പോയ ബന്ധങ്ങൾ, ജോലിയിലുള്ള വെല്ലുവിളികൾ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലേക്കുള്ള പോക്ക്, നല്ല ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നന്നായിട്ടത് പോകാനുള്ള ഇച്ഛാശക്തി നിങ്ങളിൽ തന്നെ കണ്ടെത്തും എന്നാണ് കാർഡ് 1 പൊസിഷനിൽ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. പിന്നെ ഈ പുകവലി, മദ്യപാനം പോലുള്ള മോശം ശീലങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുകവലി മദ്യപാനം മാത്രമല്ല, അവരവർക്ക് അത് മോശമാണ് എന്ന് തോന്നുന്ന ഏതൊരു മോശം ശീലവും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് എന്ന് തന്നെയാണ് കാർഡ് 1 പറയുന്നത്. ഇനി കാർഡ് 2ലേക്ക് പോവാം. കാർഡ് 2 ദി ഫൂൾ ആണ് വന്നിട്ടുള്ളത്. കാർഡ് 2 പൊസിഷൻ ഇപ്പോൾ ഏറ്റവും അധികം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അവിടെ ദി ഫൂൾ വന്നതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കാനാണ് എന്നുള്ളതാണ്. സന്തോഷം നൽകുന്ന എന്തോ ഒരു കാര്യത്തിനായി നിങ്ങൾ തിരയുകയാണ് എന്നാണ് പറയാനുള്ളത്. ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് എവിടേക്കാണോ, എന്താണ്, എങ്ങനെയാണ് വേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഒരു സന്തോഷത്തോടെ ഇരിക്കാനുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്.
കാൽപ്പനികമായി നിങ്ങൾക്ക് ആരെയെങ്കിലും ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുക എന്നും പറയില്ലേ, അങ്ങനെ ആരോടെങ്കിലും അടുപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയാത്തൊരിഷ്ടം അല്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ചിലർ നിങ്ങളെ തന്നെ നിങ്ങളെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബന്ധത്തിനെ ശാക്തീകരിക്കാൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് പോവുക. അത് മുന്നോട്ട് പോകാനുള്ള സമയമാണ് എന്നാണ് കാണിക്കുന്നത്. നമുക്കിനി കാർഡ് 3യിലേക്ക് പോവാം. കാർഡ് 3 വന്നിട്ടുള്ളത് ദി വേൾഡ് ആണ്. കാർഡ് 3 എപ്പോഴും നമ്മൾ നിങ്ങളുടെ ഭയം അല്ലെങ്കിൽ ആശങ്ക ആ രീതി ചിന്തിച്ചുകൊണ്ടെടുക്കുന്ന കാർഡാണ്. ഇവിടെ കാർഡ് 3യിൽ വന്നിട്ടുള്ളത് ദി വേൾഡ് ആണ്. അപ്പോൾ വേൾഡ് പറയുന്നത് നിങ്ങൾ ഒരു നടപടി അല്ലേ, ഒരു മുന്നിലേക്ക് എന്താണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ എന്താണ് ഭയപ്പെടുകയാണ്. അതാണ് നിങ്ങളുടെ ഭയം, അതാണ് നിങ്ങളുടെ സന്ദേഹം എന്നാണ് പറയുന്നത്. ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു ഭയം, ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ തോന്നുക. എനിക്ക് ഓക്കെയാണ്, ഞാൻ നേടുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതേസമയം ചില സമയത്ത് ഇങ്ങനെ പിൻവലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ, അതിനെയാണ് പറയുന്നത്. പക്ഷേ പറയാനുള്ളത് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും, കാലതാമസം നേരിടുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിലും, മൊമെൻറ്റം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒന്നും പേടിക്കണ്ട. ഇത് ഏറ്റവും പോസിറ്റീവും അല്ലെങ്കിൽ മുമ്പിലേക്ക് പോവേണ്ട ഒരു സമയമാണ് എന്നാണ് പറയുന്നത്. പൂർത്തീകരണം അല്ലെങ്കിൽ വിജയം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് അകലെയാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു പടി അകലത്തിൽ അല്ലേ ആണ് ഈ പൂർത്തീകരണം അല്ലെങ്കിൽ വിജയം നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് ലൈനിനോട് നിങ്ങൾ അത്രയും അടുത്താണ്, അടുത്തായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കരുത്, ശ്രമം ഉപേക്ഷിക്കരുത്, നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെട്ടു പോകരുത്, ദിശ മാറ്റരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് കാർഡ് 4ലേക്ക് പോവാം. കാർഡ് 4 ദി ഡെവിൾ ആണ് വന്നിട്ടുള്ളത്. കാർഡ് 4ൽ നമ്മൾ സാധാരണ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന കാർഡാണ് കാർഡ് 4. അവിടെ വന്നിട്ടുള്ളത് ദി ഡെവിൾ ആണ്. ഇത് പറയുന്നത് നിങ്ങൾക്കൊരു സ്ഥിരമായിട്ട് എവിടെയെങ്കിലും നിൽക്കുക, സ്ഥിര താമസം അല്ലേ, അങ്ങനെ ആ രീതിയിൽ സ്ഥിരമായിട്ട് ഒരു പെർമനൻസിക്ക് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ബന്ധത്തിലോ അല്ലെങ്കിൽ വിവാഹത്തിലോ ഒക്കെ ഒരു പ്രതിബദ്ധത കാണിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല പോസിറ്റീവ് രീതിയിലാണ് നമുക്ക് എടുക്കാനുള്ളത്, ഒരു നല്ല അടയാളമായിട്ടാണ് എടുക്കാനുള്ളത്. എങ്കിലും ഇനിയിപ്പം മറ്റുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ ദുരുദ്ദേശത്തോടെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പ്രലോഭനവും ആസക്തിയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വല്ല രീതിയിലുള്ളതാണെങ്കിൽ അത് നിയന്ത്രിക്കാനോ ഒക്കെ നിങ്ങൾക്ക് തന്നെ ആഗ്രഹം കാണും. അപ്പോൾ ആ ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ബന്ധങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ അവബോധം അതിന് യൂസ് ചെയ്യുക. ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ അവബോധം അത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ആത്മാർത്ഥമായി തോന്നുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ദിശ മാറ്റാൻ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ് അല്ലെങ്കിൽ അത് നല്ലതല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ കറക്റ്റ് ചിന്തിച്ചതിന് ശേഷം എടുക്കേണ്ട തീരുമാനമാണ്. ദോഷമാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ ദിശ മാറ്റാൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്നത് കൂടി ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ ആണ് തോന്നുന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ പോവാമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇപ്പം ദുശീലങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ മോശശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത്. വീണ്ടും കാർഡ് 4ൽ വന്നതും വീണ്ടും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനത്തെ ദുശീലങ്ങൾ, എന്ത് ദുശീല ആവട്ടെ, നമ്മുടെ മെൻ്റൽ പ്ലഷറിന് യൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ പ്ലഷറിന് യൂസ് ചെയ്യുന്നത്, അത് ഏത് തരത്തിലുള്ള ദുശീലങ്ങളാണെന്ന്, നിങ്ങളുടെ സമയത്തെ കൊല്ലുന്നു, നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ കൊല്ലുന്ന ഏത് തരത്തിലുള്ള ദുശീലം ആയിക്കോട്ടെ, ആ ദുശീലത്തിനെ നമുക്ക് ഉപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് അത് ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള സമയമാണ്, നല്ല സമയമാണ് എന്ന് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഇനി കാർഡ് 5ലേക്ക് പോവാം. കാർഡ് 5ൽ വന്നിട്ടുള്ളത് ദി ടവറാണ്.
കാർഡ് 5 നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾക്കെതിരെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ദി ടവർ അല്ലേ, ഗോപുരം, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഇവൻറ്റ്സ് അല്ലെങ്കിൽ സംഭവങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി വെല്ലുവിളികളും ഉയർച്ച, നിരാശ, പ്രതീക്ഷ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പ്രതീക്ഷകൾ അസ്തമിക്കാനുള്ളൊരു കാരണമായിട്ട് എടുക്കരുത്. ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. പിന്നെ അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു പെട്ടെന്നൊരു പരിഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് പരിഹരിച്ചിരുന്നെങ്കിൽ എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അതങ്ങനെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ഞാൻ അങ്ങനെ പറയാനുള്ളത്. ഇതൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമായിട്ട് എടുക്കാനാണ് പറയുന്നത്. തുടക്കത്തിനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ തന്നെയാണ് പറയുന്നത്. തുടക്കത്തിന് പോസിബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് അതിനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഇനിയിപ്പം ഒരു സ്ഥലം മാറ്റം അല്ലെങ്കിൽ വീട് മാറ്റം അങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കരുത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഒരു തിരിച്ചടി രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് വേറെ അങ്ങനെ സ്ഥലം മാറി നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കാർഡ് 6ലേക്ക് പോകാം. കാർഡ് 6 എന്ന് പറയുന്നത് ജസ്റ്റിസാണ് വന്നിട്ടുള്ളത്. കാർഡ് 6 എപ്പോഴും ഒരു സാധ്യതയുള്ള ഫലം അതിനെ കാണിക്കുന്ന കാർഡാണ്. ഇവിടെ നമുക്ക് ജസ്റ്റിസ് പറയുമ്പോൾ നീതിയല്ലേ, നീതി നടപ്പിലാകും എന്ന് തന്നെയാണ് പറയുന്നത്. തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാവും. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലീഗൽ മാറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് പങ്കാളിത്തം, നിയമപരമായ കാര്യങ്ങൾ, അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് ഭാഗ്യത്തിനുള്ള ചാൻസ് തരണു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ആ പ്രവൃത്തികൾക്കുള്ള നല്ല പ്രവൃത്തികൾക്കുള്ള നല്ലൊരു പ്രതിഫലം കിട്ടാനുള്ള സമയമാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് തന്നെയാണ് ഫലം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിച്ചോളൂ. പിന്നെ താങ്ക് യു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.